ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊച്ചിൻ ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അത് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ കറി, നാടൻ സ്റ്റൈലൊക്കെ അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വേറൊരു സ്റ്റൈൽ ചെയ്യാമെന്ന്. ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി, നല്ല അടിപൊളി റെസിപ്പി, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിത്തിരി ജോലി അതിൻ്റെ പിന്നിലുണ്ട്, പക്ഷേ എന്നാലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. നമ്മളിതേ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കോ അല്ലാത്തതോ ചട്ടിയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ സവാള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്തിട്ട്, ഉള്ളി വഴണ്ടതിന് ശേഷമേ ടൊമാറ്റോ ഇടാവുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 4-5 എരിവുള്ള പച്ചമുളക്, അത് എരിവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിൽ മുളക് പൊടി നമ്മൾ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ഇത്തിരി കൂട്ടിയെടുത്തത്. നമുക്ക് എരിവ് കുറവ് മതിയെങ്കിൽ പച്ചമുളകിൻ്റെ നമ്പർ കുറയ്ക്കാം നമുക്ക്. എന്നിട്ട് അതെല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്കത് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇനി ആ പാനിൽ തന്നെ ചെറിയ ജീരകം കുറച്ചിട്ടു, പിന്നെ സ്പൈസസ് ഒക്കെ കുറച്ചിട്ടു, കറുകപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഫുൾ ഫ്രൈ ആക്കി എടുക്കണ്ട, ഒരു കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണ്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ചിക്കൻ മസാല 1 സ്പൂൺ. ഈ മസാലയുടെ ഒന്നും അളവ് ഞാനങ്ങനെ കൃത്യമായിട്ട് പറയണില്ല, കാരണം നമുക്ക് എരിവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പോൾ മസാലയെല്ലാം അതനുസരിച്ച് വേണം ചേർക്കാൻ. ചിക്കൻ മസാല മാത്രം ചേർത്താൽ മതി. മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല അത്രയും മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. എന്നിട്ട് നമ്മൾ ആ ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റി വെച്ചിരുന്നില്ലേ, അത് നമ്മൾ പേസ്റ്റാക്കി അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അടച്ചു വെച്ച് തന്നെ വേവിക്കണം, അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് അതിലേക്ക് നമ്മൾ തൈര് 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് കലക്കി വെച്ച് ആ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കറി റെഡിയാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എരിവൊന്നും അധികമില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.